ഹായ് എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് വളരെ സന്തോഷവും അഭിമാനവുമുള്ള ഒരു നിമിഷത്തിലാണ്. കാരണം നമ്മുടെ SSC CGL 2024 റിസൾട്ട് വന്നിരിക്കുകയാണ്. ദിശ അക്കാഡമിയെ സംബന്ധിച്ച്, ദിശയുടെ ഓഫ്ലൈൻ സെൻറ്ററുകളെ സംബന്ധിച്ച് വളരെ അഭിമാനമുള്ള നിമിഷമാണ്. ദിശയിലൂടെ കടന്നുപോയ, ദിശയെ സ്നേഹിക്കുന്ന നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് SSC CGL 2024 ടയർ 2 റിസൾട്ട് നേടിയതോടുകൂടി കുറച്ച് ആളുകൾക്ക് നമ്മുടെ സർവീസിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിച്ചു. ആ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ അറിയാലോ, ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പം ഞാനും അനിൽ സാറും ചേർന്നിട്ടാണ് ദിശയുടെ അക്കാഡമി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇത് തുടങ്ങുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് SSC എക്സാമുകളെ കുറിച്ച് പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. 2019 നമ്മൾ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ SSCയെ കുറിച്ച് അറിയാവുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. നമ്മളുടെ ചാനലിലൂടെ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തു അതാണ്. കാരണം കേരളത്തിലുള്ള ആളുകളിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാമുകളെ കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നല്ല പോസ്റ്റുകളായ SSC CGL പോസ്റ്റുകളെ കുറിച്ച്, CHSL പോസ്റ്റുകളെ കുറിച്ച് നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കോളേജിൽ നിന്നുള്ള ജോലി വിട്ട്, ഞാൻ ഒരു 6 വർഷമായിട്ട് കോളേജിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്, അതുപോലെ അനിൽ സാറും വർക്ക് ചെയ്തിരുന്ന, ഞങ്ങൾ രണ്ടുപേരും ഈ ജോലി ഉപേക്ഷിച്ച് ഈ ദിശ എന്ന് പറയുന്ന അക്കാഡമിയുടെ പിന്നിലേക്ക് ഇറങ്ങിയത് ഒരുപാട് ആളുകളെ റിസൾട്ടിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഞങ്ങൾക്ക് നമ്മുടെ ഒരു അക്കാഡമി എന്ന് പറയുന്ന ലക്ഷ്യം കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളൊരു വലിയ ആഗ്രഹത്തോടെയാണ് നമ്മൾ ഈ വർഷത്തോടു കൂടി ദിശ അക്കാഡമി കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും, നിങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഏകദേശം 1 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് നിങ്ങൾക്ക് ദിശ അക്കാഡമിയിൽ എത്തുന്ന രീതിയിൽ ഇന്ന് കേരളത്തിൽ 5 പ്ലേസുകളിൽ ദിശ അക്കാഡമി ഉണ്ട് എന്നത് വളരെ അഭിമാനത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. കേരളത്തിൽ ദിശയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകൾ ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കൊല്ലം, കോഴിക്കോട്, അതുപോലെ തന്നെ തൃശ്ശൂർ പുതിയ ബ്രാഞ്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇങ്ങനെ 5 ബ്രാഞ്ചുകൾ കൂടാതെ ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ കേരളത്തിനകത്തും വെളിയിലും ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ദിശ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ആണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ SSC എക്സാംസ്, റെയിൽവേ എക്സാംസ്, അതുപോലെ തന്നെ ബാങ്കിങ് എക്സാംസ്. ഇത്തരം എക്സാമുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള മിടുമിടുക്കന്മാരായിട്ടുള്ള ഡിഗ്രിയൊക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികളെ നമുക്ക് ഈ എക്സാമുകളിലൂടെ വളരെ പെട്ടെന്ന് തന്നെ സർവീസിലേക്ക് എത്തിക്കുക, ഒരുപാട് ലാഗ് വരാതെ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് റിസൾട്ട് ഉണ്ടാവുന്ന രീതിയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഇപ്പോൾ CGL 2024 റിസൾട്ട് ദിശയെ സംബന്ധിച്ച് ഏറെ അഭിമാനമുള്ള നിമിഷമാണ്. കാരണം ദിശയുടെ അക്കാഡമിയിൽ പഠിച്ച ഏതാനും വിദ്യാർത്ഥികൾ നമ്മുടെ ഈ എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ CGL ടയർ 1 റിസൾട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏകദേശം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ചെയ്തായിരുന്നു. നമ്മുടെ ഒരു 15ഓളം സ്റ്റുഡൻസ്, ഇതിൽ കൂടുതൽ 2-3 കുട്ടികൾ കൂടി ഉണ്ട്, നമ്മുടെ ഓഫ്ലൈൻ അക്കാഡമിയിൽ പഠിച്ച ഒരു 17 to 18 സ്റ്റുഡൻസ് നമ്മുടെ കൃത്യമായിട്ട് ടയർ 1 എക്സാം ക്വാളിഫൈ ചെയ്തു. നിങ്ങൾക്കറിയാം, നമ്മുടെ തൃശ്ശൂർ അല്ലെങ്കിൽ കൊല്ലം സെൻറ്ററുകളൊക്കെ ജസ്റ്റ് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. ബാക്കിയുള്ള സെൻറ്ററുകളിൽ നിന്ന് മാത്രമാണ് ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം, കൊട്ടാരക്കര സെൻറ്ററുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള സെൻറ്റേഴ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 17 മുതൽ 18 വിദ്യാർത്ഥികളെ നമുക്ക് ടയർ 1 എക്സാം ക്വാളിഫൈ ചെയ്യിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കതിനകത്ത് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ടയർ 1 എഴുതിയ വിദ്യാർത്ഥികളിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ടയർ 2 എക്സാം ക്വാളിഫൈ ചെയ്ത 5 വിദ്യാർത്ഥികൾ എത്തിയിരിക്കുന്നത്. അവരുടെ ഒരു ഹിസ്റ്ററി, അവരുടെ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പം കൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ട അല്ലെങ്കിൽ ടെലഗ്രാം ചാനലിലൂടെയൊക്കെ പഠിച്ച അല്ലെങ്കിൽ ആപ്പ് എടുത്ത് പഠിച്ച വിദ്യാർത്ഥികളുടെ ഒന്നും ഞാൻ ഇവിടേക്ക് എത്തിച്ചിട്ടില്ല. കാരണം യൂട്യൂബൊക്കെ കണ്ടവരൊക്കെ ഇപ്പം വീഡിയോയുടെ താഴെയൊക്കെ കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ എത്തിച്ച് അവരുടെ കാര്യങ്ങൾ എത്തിക്കുന്നതിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. നമ്മുടെ ഓഫ്ലൈൻ സെൻറ്ററിൽ ദിശയോട് ചേർന്ന് അല്ലെങ്കിൽ നമ്മളുടെ അധ്യാപകർ കൃത്യമായ ട്രെയിനിങ് കൊടുത്ത് ട്രെയിൻ ചെയ്തവരുടെ വീഡിയോസ് മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ പല യൂട്യൂബ് ചാനലുകളിലും കണ്ടു, അവർ ഒരുപക്ഷെ വീഡിയോ അവരുടെ ചാനൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്നവരുടെ വരെ റിസൾട്ടുകളൊക്കെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നുമല്ല ദിശ അക്കാഡമി ചെയ്യുന്നത്. ആധികാരികമായി കൃത്യമായി നമ്മുടെ അക്കാഡമിയിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ റിസൾട്ടുകൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് അവതരിപ്പിക്കുന്നത്. ഈ ഓരോ വിദ്യാർത്ഥികളുടെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മുകേഷ് കുമാർ എന്ന് പറയുന്ന ആളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഒരുപാട് എക്സാംസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എക്സാംസ് ദിശ കൊട്ടാരക്കര ബ്രാഞ്ചിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. കുറേ എക്സാംസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. RPF SI ക്ലിയർ ചെയ്തിട്ടുണ്ട്. SSC MDSൻ്റെ തന്നെ 2 പ്രാവശ്യത്തെ MDSൻ്റെ എക്സാംസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പല വിലപിടിപ്പുള്ള പരീക്ഷകളും ക്ലിയർ ചെയ്ത് ബാങ്ക് എക്സാംസ് ഉൾപ്പെടെ ക്ലിയർ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ SSC CGL എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ദിശയെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള നിമിഷമാണ്. അത് നിങ്ങളോട് അറിയിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ആളെന്ന് പറയുന്നത് സജിൻ. നമ്മുടെ ദിശ അക്കാഡമിയിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന
പഠിക്കുന്ന ആളാണ്. ഇപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ CGL എക്സാമിന് പോസ്റ്റൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ സജിനെയും നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. ഇവരെ എന്തിനാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രചോദനമാണ്. നിങ്ങളുടെ കൂടെ ഇരുന്ന് പഠിച്ച, ഇപ്പോൾ പ്രത്യേകിച്ച് ഈ വീഡിയോ ദിശയുടെ അക്കാഡമിയിലെ വിദ്യാർത്ഥികളാണ് കാണുന്നതെങ്കിൽ നമ്മുടെ കൂടെ ഇരുന്ന് പഠിച്ച, നമ്മൾ അറിയാവുന്ന ആളുകൾക്ക് ആ ജോലി കിട്ടി, അല്ലാതെ നമുക്കറിയാത്തതോ അല്ലെങ്കിൽ നമുക്കൊരു ബന്ധവും ഇല്ലാത്ത ആളുകളുടെ റിസൾട്ടുകൾ എടുത്തിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾക്കറിയാവുന്ന നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ദിശ ഫാമിലിയുടെ മെമ്പർ ആയിരുന്ന ആൾക്കാരെ കുറിച്ച്, അവരുടെ സക്സസിനെ കുറിച്ച് നിങ്ങളെ അറിയിക്കുമ്പോൾ ഇത് നിങ്ങൾക്കൊരു പ്രചോദനമാണ്. നാളെ ഇത് നമുക്കും നേടിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇവരെ നമുക്കറിയാം, ഇവരെല്ലാം ഇന്ന് എന്നെ കാണാൻ വന്നു. അതുകൊണ്ടുകൂടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. ഇപ്പം നമ്മുടെ മുകേഷ് ആയാലും സജിൻ ആയാലും അതുപോലെ തന്നെ ഹരീഷ് ആണെങ്കിലും, അടുത്ത ഹരീഷ് ആണെങ്കിലും ഒക്കെ ദിശയുടെ കൊട്ടാരക്കര ബ്രാഞ്ചിൽ പഠിച്ച ആളുകളാണ്. അപ്പോൾ ഇവരിന്ന് എന്നെ കാണാൻ വന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷം ഞാൻ അവരോട് സത്യത്തിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇവരുടെ കൂടുതലായിട്ടുള്ള അവരുടെ പ്രിപ്പറേഷൻ കാര്യങ്ങളും അവരെങ്ങനെ പഠിച്ചു എന്നുള്ള കാര്യങ്ങളും ഒക്കെ. ഇപ്പോൾ ഹരീഷിനെ സംബന്ധിച്ച് ഒരു വർഷം 2023 മാർച്ചിലാണ് നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്തത്, ദിശയിൽ ജോയിൻ ചെയ്തത്. ഒരു വർഷം കൊണ്ട് തന്നെ CGL എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. കാരണം ഈ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 153 ആയിരുന്നു കട്ട് ഓഫ് ടയർ 1-ന്റെ. ടയർ 2-ന്റെ 322 അടുപ്പിച്ചുള്ള കട്ട് ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കട്ട് ഓഫ് ക്വാളിഫൈ ചെയ്ത് സ്കോറിലേക്ക് എത്തുക എന്ന് പറയുന്ന നിസ്സാരമായ ഒരു ടാസ്ക് അല്ല. ടയർ 1 ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥികൾ തന്നെ വളരെ മിടുക്കരായിട്ടും നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഏതെങ്കിലും സാഹചര്യവശാൽ അവർ പ്രിപ്പയർ ചെയ്ത് അവരുടെ ലക്കിന്റെ ഇഷ്യൂസസ് ഒക്കെ കാര്യമായിരിക്കും പക്ഷേ അവർക്ക് ഇപ്രാവശ്യം കയറാൻ പറ്റാതെ വന്നത്. അത്തരം ആളുകൾക്ക് അടുത്ത പ്രാവശ്യത്തിലേക്ക് കയറാം. കാരണം നമ്മുടെ കൂടെ പഠിച്ച ആളുകൾക്ക് ഇത് നേടിയെടുക്കാൻ സാധിച്ചില്ലടാ. അത് തന്നെ നമുക്കൊരു വലിയ ആത്മവിശ്വാസമല്ലേ. എനിക്കറിയാം സജിനും ഹരീഷും ഒക്കെ കമ്പൈൻഡ് ആയിട്ടിരുന്ന് നമ്മുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രീം ബ്ലോക്കിൽ ഇരുന്ന് മോക്ക് എക്സാംസും കമ്പൈൻ സ്റ്റഡിയും ലൈബ്രറിയും ഒക്കെ യൂസ് ചെയ്ത് പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്ലിയർലി നിങ്ങളോട് പറയുന്നത് ഇത് നമുക്ക് ഓരോരുത്തർക്കും അസാധ്യമായ കാര്യമല്ല. പക്ഷെ നിങ്ങൾ ടച്ച് വിടാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഇരുന്ന് പഠിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ സ്കോറിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾ കമ്പൈൻഡ് ആയിട്ട് ഒരേ ലെവലുള്ള ആളുകൾ ഒരുമിച്ച് വന്നിരുന്ന് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ദിശ അക്കാഡമി അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് തരികയാണ്. ദിശയുടെ ഓഫ്ലൈൻ അക്കാഡമികളിൽ ജോയിൻ ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ബാച്ചുകൾ എടുത്ത് പഠിക്കാം. നിങ്ങളെ ഒരു കമ്മ്യൂണിറ്റിയായി കൊണ്ടുവന്ന് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ദിശയുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതുപോലെ നിരവധി റിസൾട്ടുകൾ ഇപ്പോൾ സഹലത്ത് നമ്മുടെ കാലിക്കറ്റ് അക്കാഡമിയിൽ പ്രിപ്പയർ ചെയ്ത ആളാണ്, നമ്മുടെ അവിടുത്തെ മെൻറ്ററായിട്ട് വർക്ക് ചെയ്ത നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സഹലത്തിനെ അറിയാം. സഹലത്ത് ഒരുപാട് ഗൈഡ് ലൈൻ കൊടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ കുട്ടിയും ഈ പറഞ്ഞതുപോലെ നമ്മുടെ CGL ടാക്സ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ CGL ഞാൻ പറഞ്ഞില്ലേ, പലരും ഇതിലും മുകൾ പോസ്റ്റുകൾ പ്രതീക്ഷിച്ചവരാണ്. പക്ഷേ പലപ്പോഴും ഇപ്രാവശ്യത്തെ എക്സാമിന്റെ ഒരു ടഫ്നെസ് ആണ് പലർക്കും അതിലേക്ക് എത്തുന്നതിൽ കുറച്ച് ലാഗ് സംഭവിച്ചത്. എങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്തായാലും ഒന്നും കിട്ടാതെ വന്ന ഒരു അവസ്ഥ ഉണ്ടായില്ലല്ലോ, അത് വലിയൊരു കാര്യമാണ്. അപ്പം ഞാൻ സകലത്തിനെയും കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. കൂടാതെ ദിശയുടെ ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ പഠിച്ച ഫോക്കസ് ബാച്ച് അറ്റൻഡ് ചെയ്ത ആനന്ദ് CGL ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ എല്ലാവരെയും കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. ഇതിനോടൊപ്പം നമ്മൾ വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ടത് അടുത്ത വർഷം CGL വിളിക്കുന്ന ഡേറ്റ് ആണ്. അപ്പോൾ ഇതിനോടകം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം CGLന്റെ ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ്. CGLന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിലോട് കൂടി നമുക്ക് അടുത്ത മാസം നമുക്ക് CGLന്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോവുക. നിങ്ങൾ അഥവാ പ്രിപ്പയർ ചെയ്ത് ഇപ്രാവശ്യം കിട്ടാത്തവരോ അല്ലെങ്കിൽ 100+ സ്കോർ നേടിയിട്ട് ഈ പ്രാവശ്യം നമുക്ക് കയറാൻ സാധിക്കാത്തവരോ ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. നിങ്ങളുടെ പൂർവാധികം ശക്തിയോടെ എനർജിയോടെ നിങ്ങൾ പഠിക്കുക. ഇന്നലെ തന്നെ അനിൽ സാർ ഒരു വീഡിയോ ചെയ്ത് ഇത്തരം കിട്ടാത്ത ആളുകളെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഏരിയയിലേക്ക് പോകുന്നില്ല. ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നത് തന്നെ നമ്മൾ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ ആ മേഖലയിലൂടെ കുറേ ആളുകളെയെങ്കിലും നമുക്ക് സക്സസിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന സന്തോഷം പങ്കുവെക്കാനാണ്. ഇപ്പൊ ദിശ എന്ന് പറഞ്ഞ അക്കാഡമി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു വിഷൻ ഉണ്ടായിരുന്നു. ഈ SSC എക്സാംസ്, റെയിൽവേ എക്സാംസ് കേരളത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എല്ലാ ആളുകളിലേക്കും എത്തിക്കുക. ഇപ്പോൾ ഒരുപാട് ചാനലുകൾ നമ്മുടെ ചൂട് പിടിച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഏകദേശം 1.5 ലക്ഷത്തിന് മേളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ്, വൺ ഓഫ് ദ ലീഡിംഗ് ചാനലാണ് ദിശ അക്കാഡമി. ഇപ്പോൾ നമ്മളുടെ ഒരു ഫോളോ ചെയ്ത് ഒരുപാട് ആളുകൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്. നല്ല കാര്യമാണ്. കാരണം എത്ര ആളുകൾ വരുന്നോ അത്രയും ആളുകൾക്ക് എവിടേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. SSC എക്സാംസിനെ, റെയിൽവേ എക്സാംസിനെ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഇതിന് നല്ലൊരു അവസരമുണ്ട്. അതുകൊണ്ട് ഈ അവസരം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുക. CGL എക്സാം ഉണ്ട്, CHSL പരീക്ഷയുണ്ട്, അതുപോലെ MTS എക്സാംസ് ഉണ്ട്. ഈ പറഞ്ഞ ഒരുപാട് ആളുകൾക്ക് MTS കിട്ടിയവരുണ്ട്. ഈ ടയർ 1 പോയ പല വിദ്യാർത്ഥികൾക്കും MTS ക്ലിയർ ചെയ്തവർ. അതാണ് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, SSC CGL ലെവലിലാണോ നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്കിൽ നിങ്ങൾക്ക് റെയിൽവേ എക്സാംസോ അല്ലെങ്കിൽ CGLന് താഴെയുള്ള SSCയുടെ ഏത് പരീക്ഷയോ നിങ്ങൾക്ക് നേടിയെടുക്കുന്നതിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവലിൽ നിങ്ങൾ ഉയർത്തേണ്ടത് CGL ലെവലിലാണ്. CGL എന്ന് പറയുമ്പോൾ ഒരു നിസാര പരീക്ഷയായി നിങ്ങൾ കാണരുത്. ഞങ്ങൾ എപ്പോഴും പറയും, ഒരു മിനി സിവിൽ സർവീസ് പരീക്ഷ
പരീക്ഷ എന്ന ഗൗരവത്തോടു കൂടി പഠിക്കേണ്ട പരീക്ഷയാണ് SSC CGL എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കിട്ടാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ടയർ 1 ക്വാളിഫൈ ചെയ്തിട്ട് ടയർ 2ലേക്ക് എത്താൻ സാധിക്കും. നിങ്ങൾ അതിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ പ്രിപ്പറേഷൻ, നിങ്ങളുടെ ലക്ക് ഇപ്രാവശ്യം വന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ പഠിക്കാഞ്ഞിട്ടോ നിങ്ങൾക്ക് കഴിവില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ നിരാശരായി മടങ്ങാതെ പൂർവാധികം ശക്തിയായിട്ട് പഠിക്കുക. ഇനി എന്തെങ്കിലും വിഷമം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ദിശയിലോട്ട് വന്നോളൂ. നിങ്ങൾക്ക് ദിശ അക്കാഡമിയിൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള സ്പേസ് ഞങ്ങൾ തരുന്നതാണ്. അത് വളരെ വലിയൊരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ദിശ അക്കാഡമിയിലോട്ട് വന്നു. നിങ്ങൾ ടയർ 1 ക്വാളിഫൈ ചെയ്തു, എനിക്ക് സാർ വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല, ധൈര്യമായിട്ട് ദിശ അക്കാഡമിയിലോട്ട് വന്നു. ദിശ അക്കാഡമി നിങ്ങളെ കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്യും, നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ തരും. തന്ന് ദിശയുടെ 5 അക്കാഡമിയിൽ എവിടെ വന്നിരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്ഷൻസ് കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞ പോലെ വളരെ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നത്. നിരവധി ആളുകൾ CGL ക്വാളിഫൈ ചെയ്തവരുണ്ട്, MTS ക്വാളിഫൈ ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ SSC GD എക്സാംസ് നിങ്ങൾക്കറിയാം. നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് സക്സസ് വീഡിയോസ് നിങ്ങൾക്ക് കാണാം. വെറുതെ റിസൾട്ടിന്റെ ഫോട്ടോ മാത്രം പറഞ്ഞു പോവുമല്ല, നേടിയ ആളുകളുടെ എക്സ്പീരിയൻസ് ഇഷ്ടം പോലെ നമ്മുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി എനർജറ്റിക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുങ്ങുക. നമ്മുടെ CGL പരീക്ഷ എപ്പോഴത്തേക്ക് വരുന്നുണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. അടുത്ത കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറയുന്നത് April 20. കലണ്ടറൊക്കെ വന്നു കഴിഞ്ഞു. അതുപോലെ മെയ്യോടുകൂടി നമുക്ക് അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വരും. ജൂൺ ജൂലൈ നമുക്ക് പരീക്ഷയുണ്ട്. ഈ വർഷം തന്നെ 2022 ജൂൺ ജൂലൈയിൽ നമുക്ക് പരീക്ഷയുണ്ട്. ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, കസിൻസ് ഉണ്ടാവും, അവരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കൃത്യമായി പഠിക്കാനായിട്ട് പറയാം. ദിശയുടെ യൂട്യൂബ് ചാനൽ കണ്ടുപോലും നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ മികവുറ്റ അധ്യാപകർ, അദ്വൈത് സാറിനെ പോലെ മാത്സ് എടുക്കുന്ന അധ്യാപകർ, നിത്യാമിസിനെ പോലെ GK എടുക്കുന്ന അധ്യാപകർ, അങ്ങനെ ഒരുപാട് ആളുകൾ നിങ്ങൾക്കറിയാം. ദിശയിലെ ഓരോ അധ്യാപകരും ഒന്നിനൊന്ന് മികച്ച രീതിയിൽ നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ ക്ലാസ്സുകൾ ഈ CGL ക്വാളിഫൈ ചെയ്ത, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇപ്രാവശ്യത്തെ CGL എല്ലാ റാങ്കുകാരും, കേരളത്തിൽ കിട്ടിയിട്ടുള്ള എല്ലാ റാങ്കുകാരും നമ്മുടെ മാത്സിന്റെ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ GKയുടെ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരെയും ഇപ്രാവശ്യത്തെ റിസൾട്ട് നേടിയ എല്ലാവരെയും ഒരിക്കൽ കൂടെ അഭിനന്ദിക്കുകയാണ്. അപ്പോഴും കിട്ടാത്ത ആളുകൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട കാര്യമില്ല. ആത്മവിശ്വാസത്തോടു കൂടി പഠിക്കുക. അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ അനിൽ സാർ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത്തരം ആളുകൾക്ക് വേണ്ടി നമ്മളൊരു ഗൂഗിൾ ഫോം റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് കയറി നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമിന് 100+ മാർക്കോ അല്ലെങ്കിൽ നിങ്ങൾ ടയർ 1 ക്വാളിഫൈ ചെയ്തിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ റെഗുലറായി മോക്ക് എഴുതുമ്പോൾ ഒരു 120+ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ദിശ അക്കാഡമിയുടെ സപ്പോർട്ടോടുകൂടി പഠിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ അക്കാഡമി മസ്റ്റായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളെ അങ്ങോട്ട് വിളിക്കും, നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ സൗകര്യം നിങ്ങൾ എല്ലാവരും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. കൂടാതെ ഈ വിവരം നമ്മുടെ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ടും ശ്രമിക്കുക. വളരെ പ്രൗഡ് മൊമെന്റ് ആണ്, വളരെ സന്തോഷമുള്ള നിമിഷമാണ്. ദിശ അക്കാഡമിയെ സംബന്ധിച്ച് ദിശ ഫാമിലിയുടെ ഭാഗമായിരുന്ന ഏതാനും ചില ആളുകൾക്ക് കിട്ടിയ റിസൾട്ട്. എപ്പോഴും ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു 10-18ഓളം ആളുകൾ ടയർ 1 എഴുതിയതിൽ 5 പേരെ മാത്രമേ നമുക്ക് അതിലേക്ക് എത്തിക്കാൻ സാധിച്ചുള്ളൂ. പക്ഷേ ഒരുപാട് പേര് ടയർ 1 ക്വാളിഫൈ ചെയ്തു. ഇവരാരും മിടുക്കന്മാരല്ലാത്തവരൊന്നും അല്ല. നിങ്ങൾക്കറിയാലോ, ഇത്രയും വലിയ കട്ട് ഓഫിനെ ക്വാളിഫൈ ചെയ്താണ് ഇവർ ഇതിലേക്ക് എത്തിയത്. അപ്പോൾ CGL റിസൾട്ട് എന്ന് പറയുമ്പം തികച്ചും എന്ത് റിസൾട്ടാണ്, ഒരു ഏറ്റവും പ്രൗഡായിട്ടുള്ള വളരെ വിലപിടിപ്പുള്ള ഒരു റിസൾട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും വലിയ സന്തോഷം നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് അറിയിക്കുന്നത്. ഇനി MTS റിസൾട്ട് കിട്ടിയവരുടെ വീഡിയോ ഒക്കെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരും. ആ സന്തോഷങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കും. ഇവരുടെ പ്രിപ്പറേഷനും സക്സസ് വീഡിയോസും എല്ലാം നിങ്ങളിലേക്ക് കൊണ്ടുവരും. ഇന്നെല്ലാം അവർ റിസൾട്ട് കിട്ടിയവർ അക്കാഡമി വരികയും നമ്മളെല്ലാം വിസിറ്റ് ചെയ്യുകയും ചെയ്തായിരുന്നു. അപ്പോൾ അവരോട് നമ്മൾ നേരിട്ട് തന്നെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇത്തരം അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യണമെന്ന്. തീർച്ചയായിട്ടും അത്തരം എക്സ്പീരിയൻസസുമായിട്ട് വരും. അപ്പോൾ ഒരുങ്ങാം, നമുക്ക് ഇനി റാങ്ക് ഉറപ്പിക്കാം. നമുക്ക് അടുത്ത CGL 2025 ഒട്ടും സമയം കളയേണ്ട. നിങ്ങൾ താഴെ കാണുന്ന ഫോമിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സീരിയസ് ആയി SSC CGL എക്സാമിനെ കാണുന്നവരാണ് എങ്കിൽ, അല്ലെങ്കിൽ CGL എക്സാം നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ടയർ 1 കിട്ടി, ഇപ്രാവശ്യം എങ്കിലും എനിക്ക് CGL ടയർ 2 നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു 75 ഡേയ്സ് പ്ലാൻ കൃത്യമായിട്ട് അക്കാഡമി ഒരുക്കിയിട്ടുണ്ട്. ആ പ്ലാനിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പോൾ കിട്ടിയ എല്ലാവർക്കും ഒരിക്കൽ കൂടെ കൺഗ്രാജുലേഷൻസ് അറിയിക്കുന്നു. കിട്ടാത്തവരെ എല്ലാവരെയും നിങ്ങൾ ഒരിക്കലും നിരാശരാവേണ്ട. അടുത്ത CGLന് വേണ്ടി 2025 CGLന് വേണ്ടി നിങ്ങൾക്ക് ഒരുങ്ങാം. ഒരു റാങ്ക് ഉറപ്പിക്കാം. ഓൾ ദി ബെസ്റ്റ്.